ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം എത്ര അതിശയകരമായാണ് കർത്താവ് നമ്മളെ വഴി നടത്തിയത്. പുറകോട്ട് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ സഹനങ്ങൾ കൂടെയൊക്കെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാവാം. എങ്കിലും വലിയ വലിയ ആപത്തുകളിൽ നിന്നൊക്കെ ദൈവം നമ്മളെ രക്ഷിച്ചത് ഓർക്കുമ്പോൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാകുകയില്ല. ഒരു കുർബാനയും കൂടെ കാണുവാൻ ദൈവം അവസരം തരുന്നതിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നാളത്തെ വിശുദ്ധ ദിവസത്തിനായി നമുക്കൊരുങ്ങാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുമോ? നമ്മൾ ചിന്തിക്കുന്ന ദൈവവചനം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള വാക്യവും യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 2-ാം അധ്യായത്തിലെ കുറച്ച് വാക്യങ്ങളും ആണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയാണ്. നമുക്കെല്ലാം പരിചയമുള്ള ഒരു ഭാഗമാണ് ഇത്. നമ്മുടെ ഉള്ളിൽ ഒക്കെ ഉണ്ടാകാവുന്ന ചെറിയ ചെറിയ ചിന്തകളാണ്. ധനവാന്മാർ സ്വർഗരാജ്യത്തിൽ പോകുമോ? അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പോകുവാൻ ധനം ഒരു തടസ്സമാണോ? അല്ലെങ്കിൽ സഹനത്തിൽ കൂടെയോ അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൽ കൂടെയൊക്കെ കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്നൊക്കെയുള്ളൊരു സംശയം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാം. എൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ വചനം നമ്മളോട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും എന്താണ് നമ്മളോട് സംസാരിക്കുന്നതെന്നും നമുക്ക് ഒരുമിച്ച് ചിന്തിച്ചു നോക്കാം. ആദ്യം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട 2 കാര്യങ്ങളാണ് ഈ ഭാഗത്ത്. ധനവാൻ എന്ത് പാപമാണ് ഇവിടെ ചെയ്തെന്നും ലാസർ എന്ത് പുണ്യമാണ് ഇവിടെ ചെയ്തെന്നും നമ്മൾ ചിന്തിക്കാം. എന്ത് പാപമാണ് ധനവാൻ ചെയ്തത്? വായിച്ചു നോക്കുമ്പോൾ അവിടെ പ്രത്യേകിച്ച് പാപങ്ങളൊന്നും എഴുതിയിട്ടില്ല ഈ ധനവാൻ ചെയ്തത്. പാപത്തെ 4ആയിട്ട് വേർതിരിച്ചിട്ടുണ്ട്. നമ്മൾ പാപം ചെയ്യുമ്പോൾ അതിനെ 4ആയിട്ട് വേർതിരിച്ചിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ ചിന്തയിലുണ്ടാകാവുന്ന അല്ലെങ്കിൽ വിചാരത്തിലുണ്ടാകാവുന്ന പാപം. രണ്ടാമത്തേത് വാക്കാലെ ഉണ്ടാകാവുന്ന പാപം. മൂന്നാമത്തേത് പ്രവൃത്തിയാൽ ഉണ്ടാകാവുന്ന പാപം. നാലാമത്തേത് ഉപേക്ഷയാലെ ചെയ്യുന്ന പാപം. ഈ ധനവാൻ ചെയ്ത പാപം 4ാമത്തെ പാപമാണ്, ഉപേക്ഷയാലെ ചെയ്ത പാപം. തൻ്റെ മുമ്പിൽ എല്ലാ അവസരങ്ങളും ദൈവം ഒരുക്കി കൊടുത്തിട്ടുണ്ട് ഈ ധനവാന്, ആ പാവപ്പെട്ടവനെ സഹായിക്കുവാൻ. പക്ഷേ അത് ചെയ്യാതിരുന്നതാണ് ഈ ധനവാൻ ചെയ്ത വലിയൊരു പാപം. നമ്മളോട് ഈ വചനം എന്താണ് സംസാരിക്കുന്നത്? നമ്മുടെ മുമ്പിലും നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും നമ്മുടെ മുമ്പിൽ കർത്താവ് നൽകിയിട്ടുണ്ട്. ഇതുപോലെ ഒരു ലാസർ നമ്മുടെ മുമ്പിലും വരികയാണെങ്കിൽ, ഒരു പാവപ്പെട്ടവൻ നമ്മുടെ മുമ്പിൽ വരികയാണെങ്കിൽ, കർത്താവ് എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ മുമ്പിൽ ഒരുക്കി തന്നിട്ടുണ്ട് ആ ആളിനെ സഹായിക്കാൻ. എങ്കിലും നമ്മൾ ആ ആളിനെ സഹായിക്കാതിരിക്കുകയാണെങ്കിൽ അത് ഉപേക്ഷയാലെ ഉള്ള ഒരു പാപമാണ്. അത് നമുക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ അതൊരു തടസ്സമാണ് എന്നാണ് ഈ വചനം നമ്മളോട് സംസാരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ലാസർ ചെയ്ത പുണ്യം എന്താണ്? എന്ത് പുണ്യമാണ് ലാസർ ഇവിടെ ചെയ്തത്? ലാസർ പ്രത്യേകിച്ച് ഒരു പുണ്യവും ചെയ്തതായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. പിന്നെ എന്താണ് ഈ മനുഷ്യനെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സഹായിച്ചത്? ഈ ഉപമയ്ക്കൊരു പ്രത്യേകതയുണ്ട്. കർത്താവ് പറഞ്ഞ ഉപമകളിൽ ആരുടെയും പേരുച്ചരിച്ച് പറഞ്ഞിട്ടില്ല. ഈ ഉപമയൊഴിച്ച് വേറെ മറ്റുപമകളിലൊന്നും പേര് ഉച്ചരിച്ചിട്ടില്ല. വിധക്കാരനെന്നും ശമരിയാക്കാരനെന്നും അങ്ങനെ പല രീതിയിലേ പറഞ്ഞിട്ടുള്ളൂ. ഒരു പേര് ഉച്ചരിച്ച് പറഞ്ഞിട്ടില്ല. ഈ ഒരു ഉപമ മാത്രമേ ലാസർ എന്ന പേര് ഉച്ചരിച്ചിട്ടുള്ളൂ. എന്തുകൊണ്ട്? ആ പേരിനൊരർത്ഥമുണ്ട്.
ദൈവം എപ്പോഴും എൻ്റെ സഹായകൻ എന്നാണ് ലാസർ എന്ന പേരിൻ്റെ അർത്ഥം. അതെന്താണ് നമ്മളോട് സംസാരിക്കുന്നത്? ഈ ദരിദ്രൻ്റെ ഓരോ സമയങ്ങളിലും അവൻ്റെ കൂടെ അവനെ സഹായിച്ചത് എൻ്റെ സഹായകൻ എൻ്റെ കർത്താവാണെന്ന് അവൻ ഏറ്റുപറഞ്ഞുകൊണ്ടാണ് അവൻ്റെ ജീവിതം മുഴുവൻ അവൻ ജീവിച്ച് തീർത്തത്. ആ ഒരു ചിന്തയാണ് അവനെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ അവനെ സഹായിച്ചത് എന്നാണ് ഈ വചനം നമ്മളോട് പറയുന്നത്. ദാരിദ്ര്യമോ രോഗമോ സഹനമോ ഒന്നും നമ്മളെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. പക്ഷേ നമ്മുടെ ദാരിദ്ര്യത്തിലും നമ്മുടെ രോഗത്തിലും നമ്മുടെ സഹനത്തിലും എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് നമ്മൾ ഏറ്റുപറയുകയാണെങ്കിൽ അത് നമ്മളെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സഹായിക്കും എന്നാണ് ഈ വചനം നമ്മളോട് പറയുന്നത്. ഈ ഭാഗത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് നമുക്ക് തിരിയാം. ഇവർ മരിച്ചതിന് ശേഷം അബ്രഹാമിനോട് ധനവാൻ പറയുന്നു, ഈ ലാസറിനെ ഭൂമിയിലേക്ക് അയക്കൂ, എൻ്റെ സഹോദരന്മാരും അവിടെ ഉണ്ട്, അവരെന്നെക്കാട്ടും മോശമായിട്ടുള്ള ആൾക്കാരാണ്, അവരെങ്കിലും രക്ഷപ്പെട്ട് സ്വർഗത്തിൽ വരട്ടെ എന്ന്. പക്ഷേ അബ്രഹാം എന്താണ് പറഞ്ഞത്? അവിടെ മോശയും പ്രവാചകന്മാരും ഉണ്ട്, അവർ പറയുന്നത് അവർ കേൾക്കട്ടെ, അല്ലാതെ ആര് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. എന്താണ് ഈ മോശയും പ്രവാചകന്മാരും? കർത്താവ് പറഞ്ഞ സമയത്തും മോശയും പ്രവാചകന്മാരും ഒന്നും അവിടെ ഇല്ല. എന്താണ് കർത്താവ് ഉദ്ദേശിച്ചത്? വചനത്തിലെ ബൈബിളിലെ ആദ്യത്തെ 5 പുസ്തകങ്ങളാണ് കർത്താവ് ഉദ്ദേശിച്ചത്. അത് പ്രവാചകന്മാർ യെരമ്യാവ്, യെശയ്യാവ്, ദാനിയേൽ, എസെക്കിയേൽ, ഈ പ്രവാചകന്മാരെയാണ് കർത്താവ് ഉദ്ദേശിച്ചത്. എന്താണ് ഈ വചനം ഈ ഭാഗം നമ്മളോട് പറയുന്നത്? സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ വചനം അനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ നമ്മൾ ഓരോരുത്തരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ. ധനമുണ്ടെങ്കിലോ ദാരിദ്ര്യത്തിലാണെങ്കിലോ സഹനത്തിനാണെങ്കിലോ ഏത് പ്രയാസത്തിലാണെങ്കിലും ബൈബിൾ നമ്മൾ അല്ലെങ്കിൽ വചനം നമ്മൾ അനുസരിച്ച് ജീവിക്കുന്നില്ല എങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ഇതൊക്കെ ചെയ്യുവാൻ നമ്മൾ ആഗ്രഹിച്ച് ചെയ്തില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് സാധ്യമല്ല എന്നാണ് ഈ വചനം നമ്മളോട് പറയുന്നത്. യാക്കോബ് ശ്ലീഹായുടെ 2-ാം അധ്യായത്തിൽ മറ്റൊരു ധനവാനെ പറ്റിയും ഒരു ദരിദ്രനെ പറ്റിയും പറയുന്നു. ഒരു പള്ളിയിൽ വരുന്ന പൊന്മോതിരമിട്ട വില കൂടിയ വസ്ത്രം ധരിച്ചൊരു മനുഷ്യൻ വരികയും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് മറ്റൊരാൾ വരികയും ചെയ്യുമ്പോൾ പണമുള്ള ഒരാളെ അല്ലെങ്കിൽ സമ്പന്നനെ ഇരിക്കാൻ പറയുകയും മറ്റുള്ളവനോട് മാറി നിൽക്കാൻ പറയുകയും അല്ലെങ്കിൽ കാൽക്കീഴിൽ വന്നിരിക്കാൻ പറയുകയും ചെയ്യുന്നത് തെറ്റാണ് എന്നാണ് ആ വചനഭാഗം വീണ്ടും നമ്മളോട് പറയുന്നത്. നമുക്കെല്ലാം ഉണ്ടാകാവുന്ന ഒരു തെറ്റാണ്. നമ്മളൊരു മനുഷ്യനെ കാണുമ്പോൾ അവൻ്റെ സമ്പത്താണ് സമ്പത്ത് കൊണ്ട് അവനെ വേർതിരിച്ച് കാണുവാൻ നമുക്ക് കഴിയും. വചനം പറയുന്നു അത് പാപമാണ്, അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചിന്തിക്കരുത് എന്നാണ് വചനം നമ്മളോട് സംസാരിക്കുന്നത്. ദൈവം ഒരു മനുഷ്യനെ കാണുമ്പോൾ അവൻ സമ്പന്നനോ ദരിദ്രനോ എന്നുള്ളതല്ല ദൈവം നോക്കുന്നത്. അവൻ്റെ ഹൃദയമാണ് ദൈവം നോക്കുന്നത്. അവൻ ദൈവത്തിൽ എന്തുമാത്രം വിശ്വസിക്കുന്നുണ്ടെന്ന് ആണ് ദൈവം നോക്കുന്നത്. അല്ലാതെ ദൈവം ഒരാളെ വേർതിരിക്കുന്നത് പണം കൊണ്ടല്ല. മനുഷ്യരാണ് അങ്ങനെ ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുന്നത് തെറ്റാണ് എന്നാണ് ഈ വചനം വീണ്ടും വീണ്ടും നമ്മളോട് ആവർത്തിച്ച് പറയുന്നത്. നാളത്തെ വിശുദ്ധ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങുകയാണ്. നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ട 2 കാര്യങ്ങൾ, ഒന്ന് ധനവാനെ പോലെ ഉപേക്ഷയാലെ നമ്മുടെ എന്തെങ്കിലും പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടോ? ആരെങ്കിലും സഹായിക്കേണ്ട അവസരം നമ്മുടെ മുമ്പിൽ ദൈവം വെച്ച് തന്നിട്ടും നമ്മൾ അവരെ സഹായിക്കാതെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവം മുമ്പാകെ ചെയ്യുന്നത് വലിയൊരു തെറ്റാണ്. ദൈവത്തോട് ഏറ്റുപറയുക, കർത്താവേ, ഞാൻ ചെയ്തത് തെറ്റാണ്, എനിക്ക് ഒരു തെറ്റ് പറ്റി, ഇനിയും എൻ്റെ മുമ്പിൽ അവസരങ്ങൾ വരുമ്പോൾ അങ്ങനെ ഈ വചനമനുസരിച്ച് സഹായിക്കുവാനുള്ള വലിയൊരു കൃപ എനിക്ക് തരണമേ എന്ന് പറഞ്ഞുകൊണ്ടും, രണ്ടാമത് ലാസറിനെ പോലെ
ദൈവം എൻ്റെ കൂടെയുണ്ട്, ദൈവം എൻ്റെ സഹായകനാണെന്ന് എൻ്റെ എല്ലാ സഹനത്തിലും, എൻ്റെ എല്ലാ ദാരിദ്ര്യത്തിലും, എൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകൾ കൂടെ ഞാൻ കടന്നു പോകുമ്പോഴും എൻ്റെ ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തിൽ വിശ്വസിച്ച്, ദൈവമാണ് എൻ്റെ സഹായകനെന്ന് നാവുകൊണ്ട് ഏറ്റു പറഞ്ഞുകൊണ്ട് ജീവിക്കുവാനുള്ള വലിയ ഒരു കൃപ എൻ്റെ ജീവിതത്തിൽ നീ എനിക്ക് തരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നാളത്തെ വിശുദ്ധ ദിവസത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് കടക്കാം. നല്ല ഒരു ഞായറാഴ്ച ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു. നല്ല ഒരു ദൈവ അനുഭവമുള്ള ഒരു ഞായറാഴ്ച നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.